പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ആ നിലപാട് അങ്ങനെ തന്നെ തുടരുന്നു എന്നല്ലേ അതിന് മനസ്സിലാക്കുക? അല്ല, അങ്ങനെ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊടുത്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുക എന്ന് പറയുന്ന രീതിയാണ് നിങ്ങൾ ഈ പിൻവലിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പോസ്റ്റ് അങ്ങനെ തന്നെയാണല്ലോ. ആദ്യത്തെ പോസ്റ്റ് നിങ്ങൾ തെറ്റിദ്ധരിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആദ്യത്തെ പോസ്റ്റ് എന്താണ്? സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം മാത്രം ഇട്ടു ഞാൻ. അത് കൊടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇതുപോലെ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി തീരുമാനമെടുക്കാൻ കഴിയുന്ന അകക്കാമ്പുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ലീഗിൻ്റെ ഒരു ലിസ്റ്റ് വന്ന ഘട്ടമാണിത്. ഒരുപാട് ചെറുപ്പക്കാർ, വനിതകളടക്കമുള്ള യുവാക്കളാണ് ഇതിലേക്ക് കടന്നു വന്നത്. ആ സാഹചര്യത്തിലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. കാരണം എന്നെപ്പോലെയുള്ള ഞാനടക്കമുള്ള, അതുപോലെ തന്നെ ഡോക്ടർ MK മുനീർ അടക്കമുള്ള, മമ്മൂട്ടി സാഹിബ് അടക്കമുള്ള ഞങ്ങളുടെ യുവജന നേതാക്കന്മാരുടെ ഒരു നിര അന്ന് കടന്നു വന്നത് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിലെടുത്ത ആ സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ പിൻബലത്തിലാണ്. അതിന് സമാനമാകുന്ന രീതിയിലാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നാണ് എൻ്റെ മനസ്സിലെ ഉദ്ദേശ ലക്ഷ്യം. അത് വായിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് കൂടുതൽ വ്യാഖ്യാനിച്ച് ഇതെന്തോ പാർട്ടിക്കെതിരായിട്ട് ഞാനിട്ടതാണ്, പുതിയ നേതാക്കന്മാർക്കെതിരാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രമില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഫുൾ സ്ട്രക്ചർ ഞാൻ കൊടുക്കാൻ നിർബന്ധിതനായത്. അത് വായിച്ചാൽ പിന്നെ ആർക്കും പരാതിയില്ലല്ലോ. അത് വളരെ കൃത്യമാണ്. എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച സ്ട്രക്ചർ അപ്പോൾ തന്നെ ഞാൻ കൊടുത്തു. അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങളാരും ചോദിച്ചിട്ടൊന്നുമല്ല കൊടുത്തത്. എനിക്ക് മനസ്സിലായി, ഇത് ജനങ്ങളുടെ പൾസ് മനസ്സിലായി, ഇതെന്തോ മറ്റൊരു വഴിയിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് ഞാനതിന് പൂർണ്ണ രൂപം കൊടുത്തു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. പിന്നെ അത് കഴിഞ്ഞല്ലോ. ഞാൻ ഈ മുസ്ലിം ലീഗ് പാർട്ടിക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു ലീഗുകാരൻ്റെ പ്രശ്നങ്ങളുണ്ടോ? എന്താ ഈ പറയുന്നത്? വലിയൊരു പാർട്ടിയല്ലേ, എത്രയോ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ, നല്ല വിശ്വസിതരായ നേതാക്കന്മാരുള്ള പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. അപ്പോൾ ആ നേതാക്കന്മാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏതൊരു വിഷയമാണ് ഞങ്ങൾക്കുള്ളത്? ഈ തങ്ങന്മാരെ കരുവാക്കി എന്ന് പറയുമ്പോഴേ അത് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം കൂടി അവിടെ ഉണ്ട്. അതാരാണ് ഈ രീതിയിലൊരു? അല്ല, അത് ഞാൻ പറഞ്ഞോളാം. എൻ്റെ നേതാക്കന്മാരുടെ മുമ്പിൽ പറയും. പത്രക്കാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്നും കാണാൻ സാധ്യതയുണ്ടോ ചോദിച്ചാൽ പാണക്കാട്ട് പോയിട്ട് കാത്തുനിന്ന് തങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് തങ്ങളോട് സംസാരിച്ച് വരുന്ന ആളുകളല്ലേ ഞങ്ങളൊക്കെ. അല്ല, ഞങ്ങളങ്ങനെ തങ്ങളപ്പുറത്തും ഞാൻ ഇപ്പുറത്തും ഇരുന്നിട്ട് തങ്ങളുമായൊരു വലിയ രാഷ്ട്രീയ ചർച്ചയും ഒരു വാദപ്രതിവാദങ്ങൾക്കൊന്നും ഇരിക്കാൻ മാത്രം വലിപ്പമുള്ളവനല്ലേ ഞാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ എളിയ പ്രവർത്തകനാണ്. തങ്ങളെ കാണുന്നുണ്ട്, തങ്ങൾ ഇന്ന് വിളിച്ചാൽ അവിടെ എത്തണം, തങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ പോയി കാണണം. അതിനപ്പുറം തങ്ങളും ഞാനും കമ്പയർ ചെയ്ത് അപ്പുറം ഇപ്പുറവും രണ്ട് നേതാക്കന്മാർ എന്ന നിലയിൽ ഇരുന്ന് ചർച്ച പെടാൻ മാത്രം വലിപ്പം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അത് ഞാൻ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനനുസൃതമായാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നേതാക്കന്മാർ ഇനിയും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഒരുപാട് നേതാക്കന്മാരുമായി ഇനിയും സംസാരിക്കാനുണ്ട്. ഞങ്ങളെ നേതാക്കന്മാരുടെയൊക്കെ മുമ്പിൽ ഈ കാര്യങ്ങൾ വെക്കും. ഞങ്ങളുടെ സമ്പന്നരായ നേതാക്കന്മാരുണ്ട്. ആ നേതൃത്വത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ നേതൃത്വം എന്ത് തീരുമാനമെടുക്കുക എന്ന് കാത്തിരിക്കുകയാണ്. നിലവിൽ തുടരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ലീഗുകാരനാണല്ലോ. ഞാനൊരു പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. വാർത്തയല്ലല്ലോ, ഞാൻ പറഞ്ഞോ. വാർത്ത നിങ്ങൾക്ക് ഏത് നിലയിലും വ്യാഖ്യാനിക്കാം. സംശയം തുറന്നിട്ടാണ് അപ്പോൾ LDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉണ്ടോ ഇല്ല എന്നൊരു മറുപടി കിട്ടിയാൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരുടെയും ഒരു സ്ഥാനാർത്ഥിയുടെ കുപ്പായം ആരെങ്കിലും തുന്നി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് കാത്തിരിക്കുന്നു എന്നൊക്കെ കരുതുന്ന ഒരാളല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എൻ്റെ നേതാക്കന്മാരിൽ വിശ്വാസമുള്ള ഒരാളാണ്. ആ നേതാക്കന്മാർ എൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്.